എങ്ങനെയാണ് ഇത്ര നോർമലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കീമോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലേ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. ചിലർക്ക് വളരെ കൂടുതലായിട്ടുണ്ടാകും, ചിലർക്ക് വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. എനിക്കും ഉണ്ട്. ആദ്യത്തെ ഒരു 10 ദിവസം ഈ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് ഞാനും കടന്നു പോകുന്നത്. ക്ഷീണവും തളർച്ചയും ദേഹത്ത് വേദനയും വായിലെ തൊലി പോകുന്നതും ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെങ്കിൽ എത്ര വയ്യാന്ന് പറഞ്ഞാലും മാക്സിമം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. തീരെ അങ്ങ് വയ്യെങ്കിൽ മാത്രമേ ഞാൻ കയറി കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഈ വലിയ ക്ഷീണവും തളർച്ചയും ഒന്നും അത്ര അറിയത്തില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഒട്ടും വയ്യെങ്കിൽ നമ്മൾ കടന്നു പോകും. പിന്നെ ഈ ഒരു 10 ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും ചില സമയത്ത് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. അല്ലെ അവരിവിടെ വന്ന് കുക്ക് ചെയ്ത് തരും. അങ്ങനെ അവരും ഒരു ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടൈമിലാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നീടുള്ള 10 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ അടുത്ത കീമോയ്ക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യും. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ പോവുക, സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത 10 ദിവസമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ഞാൻ ചെയ്യും. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതും അതൊക്കെ ഒരു എൻഗേജ് ആയിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു കീമോ കഴിഞ്ഞുള്ള ഡേയ്സ് പോകുന്നത്. എൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ പകുതി ക്ഷീണം തളർച്ചയൊക്കെ നമ്മളങ്ങ് മറക്കും. അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പിന്നെ മനസ്സിൽ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.